സങ്കേതം, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ സർവ്വവുമായി അടിയനിതാ. ഒരു നിമിഷം നമുക്ക് ശാന്തരാകും, നിശബ്ദരായി ഈശോയുടെ സന്നിധി നിൽക്കാം. എൻ്റെ ഈശോയെ, എന്നോട് സംസാരിക്കണമേ. ഈ കേട്ട വചനങ്ങളെല്ലാം ഓർക്കാം. നമ്മൾ 100 കൂട്ടം തിരക്കിൻ്റെ നടുവിലാണ്. കർത്താവ് എത്ര പഠിപ്പിച്ചാലും നമ്മൾ പഠിക്കുകയില്ല. നിങ്ങളെത്ര വേഗത്തിൽ ഓടിയാലും അതിനേക്കാൾ വേഗത്തിലായിരിക്കും നിങ്ങളെ പിന്തുടരുന്നവൻ വരുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, ശാന്തതയും സ്വസ്ഥതയുമാണ് നമ്മുടെ ബലം. ഇപ്പോൾ 2-3 മാസം ദൈവം നമ്മളെ പലതും പഠിപ്പിക്കുകയായിരുന്നു. കുറേ നേരം കർത്താവിന് കൊടുക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. കർത്താവെ, കുറേ നേരം അങ്ങോട്ട് ചേർന്നിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിൽ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈശോയെ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ച് സഹായിക്കണം. ഈ കേട്ട വചനങ്ങളെല്ലാം എനിക്ക് കുറച്ചും കൂടെ വായിക്കണം. എനിക്കിതൊന്നും പോലെ, എനിക്ക് നന്നായിട്ടൊന്ന് വായിക്കണം. സമയമെടുത്ത് എനിക്കൊന്ന് വായിക്കണം. ഇതെല്ലാം ഒന്ന് വായിക്കണം, ഇതെല്ലാം ഒന്ന് ധ്യാനിക്കണം. എനിക്ക് കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ എനിക്ക് കുറച്ചും കൂടി ആഴത്തിൽ പോകണം. ഒരിക്കലും നല്ല ഒരു എഫ്സിഎം മിഷണറി ആകണം. ഇന്ന് ശുഭകരത്തിലൂടെ കർത്താവ് പറഞ്ഞു, ആഗ്രഹിക്കുക. ഒരു കുഞ്ഞ് ആഗ്രഹമാണെങ്കിൽ പോലും അത് കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനോട് പറഞ്ഞാൽ അതിന് വിലയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കി തരും. സംസാരിക്കുക. ഞാൻ നേടിയതൊന്നും അല്ലല്ലോ കർത്താവേ, ചപ്പും ചവറും പോലെ. ഞാൻ വെറുതെയാണെന്ന് വിചാരിച്ചതും ഭാരമാണെന്ന് കരുതിയതെല്ലാം വിലപ്പെട്ടതായിരുന്നല്ലോ കർത്താവേ. കഷ്ടതകളും നിന്ദനങ്ങളും ക്ലേശങ്ങളും എൻ്റെ കർത്താവിൻ്റെ സ്വർണത്തെക്കാൾ വിലയുള്ളത്, രത്നങ്ങളെക്കാൾ വിലയുള്ളത്, ഇന്ദ്രനീലത്തെക്കാൾ വിലയുള്ളത് എൻ്റെ കർത്താവ് എനിക്ക് തന്നപ്പോൾ അന്നതൊക്കെ എനിക്ക് വിലയില്ലാത്തതായി തോന്നി. ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞതെല്ലാം രത്നങ്ങളും വൈഡൂര്യങ്ങളും വരുന്നുള്ള കർത്താവേ, കർത്താവേ, കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, കൺമുമ്പിൽ കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. എന്നെ സഹായിക്കണമേ, ആഴത്തിൽ ഗ്രഹിക്കാൻ എന്നെ സഹായിക്കണമേ കർത്താവേ. കുഞ്ഞു മക്കൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്, കുഞ്ഞുങ്ങളെ കുഞ്ഞുപിള്ള കളിക്കരുത്.
കർത്താവിന് മുമ്പിൽ ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് അവിടുന്ന് ആത്മാവിനെ തരും. എത്രയോ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞു പ്രായത്തിൽ പ്രാർത്ഥിച്ച് വലിയ വലിയ ദൈവത്തിൻ്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് പാത്രമായി. യുവതിയുവാക്കന്മാരെ, നമ്മളെ ദൈവം നമ്മുടെ ഒരു കുടുംബത്തിൻ്റെ ഭാവി, ആ കുടുംബത്തിൻ്റെ പിൻതലമുറ അഭിഷേകം പ്രാപിക്കുന്നതിനാണ്. കർത്താവ് തനിക്കിഷ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴെല്ലാം പറയണത്, നിന്നെയും നിനക്ക് ശേഷം നിന്റെ സന്തതികളെയും ഞാൻ അനുഗ്രഹിക്കും. നിങ്ങളുടെ അപ്പനോട്, നിങ്ങളുടെ അമ്മയോട് ഒത്തിരി ഇഷ്ടം വരുമ്പോൾ ആ ദൈവം സംസാരിക്കുന്ന സംസാരം എങ്ങനെയാണ്? നിനക്ക് ശേഷം നിന്റെ സന്തതികളെയും അവരുടെ സന്തതികളെയും ഞാൻ അനുഗ്രഹിക്കും. ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കുമ്പോൾ രണ്ട് കരങ്ങളെയും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ് കർത്താവേ, എന്നാൽ അങ്ങനിൽ എന്തോ തിരയുന്നു, അങ്ങ് എൻ്റെ അടുത്ത് എന്തോ തിരഞ്ഞു വന്നു. ദാവീദിൽ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടു. ദൈവമേ, അങ്ങ് എന്നിൽ അങ്ങയുടെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു ശുശ്രൂഷകനെ കണ്ടുവല്ലോ കർത്താവേ, അങ്ങ് എന്തോ തിരഞ്ഞു വന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് നോക്കാം. എന്നെ അനുഗ്രഹിക്കാതെ പോകരുത്. ഇതാ ഞാൻ സമർപ്പണം ചെയ്യാം. മക്കളെ, നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യാം. വിളിക്കപ്പെട്ട ഒരു അനുഭവം കിട്ടിയവരും പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസൻ, എന്നെ അയച്ചാലും. സാമുവേൽ പറഞ്ഞു, ഇതാ അങ്ങയുടെ ദാസൻ, അരുളി ചെയ്താലും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇതാ അങ്ങയുടെ ദാസൻ. കർത്താവേ, ഇതാ അങ്ങയുടെ ദാസി, ഇതാ അങ്ങയുടെ ദാസൻ, ഇതാ അങ്ങയുടെ ദാസി. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Glory, 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 glory. Hallelujah, 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 hallelujah. എന്റെ കർത്താവേ, ഇതാ ഞാൻ, അങ്ങയുടെ പിന്നാലെ ഞാൻ വരുന്നു. ഇതാ ഞാൻ, ഇനി പിന്നിലേക്ക് അല്പം പോലും ഇല്ല കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ കൂടെ യെസ് ലോർഡ്, യെസ് ലോർഡ്, യെസ് ലോർഡ്. എന്റെ കൂടെ ആരുമില്ല, എങ്കിലും ഞാൻ തീരുമാനം ചെയ്തു. ഉറച്ചു നിൽക്കുക, ഉറച്ചു നിൽക്കുക. ഇപ്പോൾ ഈശോ ഒത്തിരി പേരുടെ തോളിൽ കരങ്ങൾ വെച്ച് ശക്തിപ്പെടുത്തുന്നു.
ചെയ്തുമേലി കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെയും യോസേപ്പ് പിതാവിൻ്റെയും നമ്മുടെ പേരിന് കാരണപുര വിശുദ്ധരെല്ലാ കൈകൾക്ക് ഓർത്ത് പിടിച്ച് ഞങ്ങൾ ഒന്നിച്ച് മുന്നോട്ട്, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈരടി ആലപിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെയും എല്ലാ വിശുദ്ധരും കൂട്ടായും അനുഭവിച്ച് അവരുടെ മധ്യസ്ഥ സംരക്ഷണം ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ തിരുക്കച്ചയാ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാ പൊതിയണമേ, അമ്മേ തിരുക്കച്ചയാ പൊതിയണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ. മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ, തൂകേണമേ, അമ്മേ തൂകേണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ്. ഈ കൂട്ടായ്മയുടെ ശുശ്രൂഷയിൽ കർത്താവ് നമുക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഇത്തിരി അനുഗ്രഹിച്ച് ഈ വർഷം പറഞ്ഞ നിർദ്ദേശത്തിൽ അച്ഛന്മാർ ഒരുമിച്ച് ഇതിനൊരു ബ്ലെസ്സിങ് തരാം. സാംസൺ അച്ഛൻ ഈ സമയം മുഴുവനും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വലിയൊരു ഐക്യമാണ്. പിന്നെ മറ്റേ അച്ഛന്മാരൊക്കെ ഉണ്ട്, അവരെല്ലാം പ്രാർത്ഥിച്ചു. നമ്മുടെ ഷൈജു അച്ഛൻ, നമ്മുടെ റിനി പുള്ളികാരൻ, സോജിച്ചൻ എല്ലാവരും മുൻകൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയൊരു ബലമാണ്, ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ. ഞങ്ങൾ കൈകോർത്ത് ഒരുമിച്ച്, നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് ഈശോയുടെ രാജ്യത്തിന് വേണ്ടി മുമ്പോട്ട് നീങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജപമാലയൊക്കെ ചൊല്ലി ഈ FCM കമ്മ്യൂണിറ്റീസിന് വേണ്ടി, ലോക വ്യാപകമായ എല്ലാ രാജ്യങ്ങളിലുള്ള FCM മെമ്പേഴ്സിന്, കമ്മ്യൂണിറ്റീസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു കുടുംബ ബന്ധങ്ങൾ അധികമായൊരു ഐക്യം തമ്മിൽ ഒത്തിരി ഉണ്ടാകേണ്ടതുണ്ട്. പ്രാർത്ഥിക്കാം. ഒരു ബ്ലെസ്സിങ് തരാം. പിതാവേ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വർഗം തുറന്ന് ഈ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുമാറ് ഓരോരുത്തരുടെയും മനസ്സ് നിറച്ച് നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തവർക്കൊക്കെ സ്തുതി കൊടുക്കാം. നമുക്ക് ഷിബു ബ്രദർ നമ്മൾ 1-2 കാര്യങ്ങൾ പറയാം. അധിക സമയം എടുക്കില്ല, ഷോർട്ടായിട്ട് 1-2 കാര്യങ്ങൾ പറയും. അതോട് പൊതുവായ ശുശ്രൂഷ സമാപിക്കുകയാണ്. ഷിബു ബ്രദറെ 2 വാക്ക് പറ. നമ്മുടെ റിജി ബ്രദറിന് ഇവിടെ ഉണ്ട്.